Hello, welcome back to Learnino. So, KEAM 2024. നമ്മൾ ഇനി സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സോ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യും അല്ലെ. അപ്പോൾ അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചധികം ഡോക്യുമെന്റ്സ് നമ്മൾ കോളേജിൽ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് ഏതൊക്കെയാണ് ഡോക്യുമെന്റ്സ് എന്നുള്ളത് നമ്മൾ നേരത്തെ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഫുൾ ആയിട്ട് കാണാം. അപ്പൊ അതില് ഈ TC അതുപോലെ തന്നെ കണ്ടക്ട് സർട്ടിഫിക്കറ്റ്, ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ഇതിനെ മൂന്നിനെ കുറിച്ചും ഒരുപാടധികം ഡൗട്ട്സ് നമുക്ക് കമന്റ് ആയിട്ടും നമ്മുടെ വാട്സാപ്പിലും വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അതിൽ ഇതിന്റെ വാലിഡിറ്റി അതുപോലെ ഇത് എവിടെ നിന്നാണ് കിട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ നേരത്തെ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതിൽ അങ്ങനെ വലിയ വാലിഡിറ്റിയുടെ ഇഷ്യൂ ഒന്നും വരുന്നില്ല. കാരണം നിങ്ങൾ അടുത്ത ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ നേരത്തെ എവിടെയാണോ പഠിച്ചത് അവിടെ നിന്നുള്ള TC നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വർഷം +2 കഴിഞ്ഞ് ഇപ്പൊ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സ്കൂളിൽ നിന്ന് +2 കഴിഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞ കണ്ടക്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അത് സബ്മിറ്റ് ചെയ്താൽ മതി. ഇനി ഒരു വർഷം ബ്രേക്ക് വരികയും അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്നവർക്കൊക്കെയാണ് ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം 1 ഇയർ കഴിഞ്ഞില്ലേ, അപ്പൊ അത് വാലിഡ് ആവും. അപ്പൊ അങ്ങനെയുള്ളവർ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഇതിന് നമുക്ക് ജനറൽ ആയിട്ടുള്ള ഒരു ഫോമാറ്റ് ഉണ്ട് കണ്ടക്ട് സർട്ടിഫിക്കറ്റിന്. അത് നിങ്ങൾ എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസറിൽ നിന്ന് നിങ്ങൾ അത് സൈൻ ചെയ്ത് വാങ്ങിച്ചാൽ മതി. അപ്പൊ നമുക്ക് പരിചയമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അത് കിട്ടാനും എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്തും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നെക്സ്റ്റ് വരുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എല്ലാവരും എടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് എല്ലാവരും ഈ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും എടുക്കണം, എങ്കിലേ നിങ്ങൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒരു അസിസ്റ്റന്റ് സർജൻ റാങ്കിൽ കുറയാത്ത ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ നിങ്ങൾ അത് എടുക്കണം. ഇനി ഇത് എവിടെയാണ് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രോസ്പെക്ടസിൽ KEAM 2024 പ്രോസ്പെക്ടസിൽ പേജ് നമ്പർ 155 ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ പേജിൽ തന്നെ 2 എണ്ണം ഉണ്ട്. അതിൽ ആദ്യത്തെ നമുക്കുള്ളതല്ല, രണ്ടാമത്തേതാണ് എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കുള്ള. നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഹെഡിങ് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ അത് മാറിപ്പോകാതെ നിങ്ങൾ അത് എടുത്ത് അതിനെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ പ്രിന്റ് എടുത്തിട്ട് ഈ അസിസ്റ്റന്റ് സർജൻ റാങ്കിൽ കുറയാത്ത ഒരു വ്യക്തിയെ കൊണ്ട് അത് സർട്ടിഫൈ ചെയ്ത് വാങ്ങിക്കണം. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഒരുപാട് നേരത്തെ ചെയ്യണമെന്നില്ല. നമ്മൾ ഈ അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വിത്തിൻ ഒരു 1 വീക്ക് നിങ്ങൾ അത് എടുത്തു വെച്ചാൽ മതി. അപ്പൊ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ സമയത്ത്, അതായത് അഡ്മിഷൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് അതിനു വേണ്ടി ഓടേണ്ടി വരില്ല. അപ്പൊ ഇനി അധികം വൈകാതെ തന്നെ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിന്റെ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും കൺഫേം ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ടൈം ഉണ്ടാവും. അതിനുശേഷം സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് കൂടെ കഴിയുന്നതോടുകൂടി ആയിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡോക്യുമെന്റ്സിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് അതെല്ലാം റെഡിയാക്കി വെക്കാം. താങ്ക് യു.